ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, മുളക് പൊടി, കറി ലീവ്സ്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ആദ്യം വെളുത്തുള്ളി നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി നെല്ലിക്ക ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെളുത്തുള്ളി ഓയിലിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെളുത്തുള്ളി കരിഞ്ഞു പോകും. നെല്ലിക്ക നന്നായി നമുക്ക് എണ്ണയിൽ വേവിച്ചെടുക്കാം. നെല്ലിക്കയും നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. നെല്ലിക്ക ഈ വിധം അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നെല്ലിക്ക വഴറ്റിയ സെയിം ഓയിലിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക ഇടാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് മീതെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇന്നലെ ഓൾറെഡി 1 കിലോ നെല്ലിക്ക അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 ദിവസം ഇങ്ങനെ വെച്ചിട്ട് എണ്ണ കുറവാണെങ്കിൽ നമുക്ക് അല്പം എണ്ണ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ ഒരു 3 ദിവസം വെച്ചിട്ട് നമുക്ക് ഒരു നല്ല കുപ്പിപ്പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. കേട് കൂടാതെ ഇരുന്നോളും. നമുക്ക് ആവശ്യമാണെങ്കിൽ ഉലുവയും കടുകും കൂടെ ചെറുതായിട്ട് ചൂടാക്കി ഇട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നലെ ഇട്ട അച്ചാറിൽ ഞാനത് ചേർത്തിരുന്നു. അതുകൊണ്ട് ഞാനിത് ഇന്ന് ചേർത്തിട്ടില്ല.